ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് മഹത്വം. എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത് സങ്കീർത്തനം 54 എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക, അനുഗ്രഹം പ്രാപിക്കാം. ദൈവമേ, നിൻ്റെ നാമത്തിൽ എന്നെ രക്ഷിക്കണമേ. നിൻ്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ. അന്യജാതിക്കാർ എന്നോട് എതിർത്തിരിക്കുന്നു. ഘോരന്മാർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ദൈവത്തെ തങ്ങളുടെ മുമ്പാകെ വച്ചിട്ടുമില്ല. ഇതാ, ദൈവം എൻ്റെ സഹായകനാകുന്നു. കർത്താവ് എൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ട്. അവൻ എൻ്റെ ശത്രുക്കൾക്ക് തിന്മ പകരം ചെയ്യും. നിൻ്റെ വിശ്വസ്തതയാൽ അവരെ സംഹരിച്ചു കളയണമേ. സ്വമേധാദാനത്തോട് ഞാൻ നിനക്ക് ഹനനയാഗം കഴിക്കും. യഹോവേ, നിൻ്റെ നാമം നല്ലതെന്ന് ചൊല്ലി ഞാൻ അതിന് സ്തോത്രം ചെയ്യും. അവൻ എന്നെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കും. ദൈവമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുത്. എനിക്ക് ചെവി തന്ന് ഉത്തരമരുളണമേ. ശത്രുവിൻ്റെ ആരവനിമിത്തവും ദുഷ്ടൻ്റെ പീഡനിമിത്തവും ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായ മ്ലേച്ഛത നീതികേട് പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായിത്തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. നീതികേട് പ്രവർത്തിക്കുന്നവർ അറിയുന്നില്ലയോ? അപ്പം തിന്നുന്നത് പോലെ അവർ എൻ്റെ ജനത്തെ തിന്നുകളയുന്നു. ദൈവത്തോടവർ പ്രാർത്ഥിക്കുന്നില്ല. ആമേൻ.